വണക്കം, എൻ്റെ പേര് രഞ്ജുഷ. വെൽക്കം ടു മൈ ചാനൽ ലെക്സ് ടോക്ക് ഡയറീസ്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ചാനൽ കാണുന്നത്. ഏകദേശം 100 അതിൽ കുറച്ച് വീഡിയോകളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലും എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെയാണ് ഞാനിത് പങ്കുവെക്കാറുള്ളത്. അതേപോലെ തന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ എഴുതുന്നതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് അതൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ അങ്ങനെ ഒന്നുമല്ല ഞാൻ. എനിക്ക് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉള്ള പല കാര്യങ്ങളും കാണുമ്പോൾ, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തോന്നുമ്പോൾ ഒക്കെ ആ ചിന്തയിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ച് വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. അങ്ങനെ ഒരു സമയത്ത്, അതായത് നമ്മുടെ പ്രകൃതി ദുരന്തം വയനാട്ടിൽ സംഭവിച്ചപ്പോൾ, ആ ഉരുൾപൊട്ടൽ സമയത്ത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വീങ്ങലാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ള നമുക്കറിയാം, കൊറോണ വന്ന സമയം, നമുക്ക് പ്രളയം ഉണ്ടായ സമയം, അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ അത്രയുള്ളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൈകോർക്കും, ഒന്ന് കൈകോർത്ത് പിടിച്ച് കരയ്ക്ക് കയറി കഴിയുമ്പോൾ വീണ്ടും ആ കൈ കയർത്തു പിടിച്ചവനെ പിന്നെ ആർക്കും അറിയത്തില്ല. അവൻ്റെ കൈയുടെ നിറവോ അല്ലെങ്കിൽ പിന്നീട് പല രീതിയിലും അത് കൺവേർട്ട് ചെയ്ത് പോകും. അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് താങ്ങാൻ നിന്നവരെ പലപ്പോഴും നമ്മൾ പിന്നീട് കാണാതെ പോകുന്നു, മനഃപൂർവ്വം തന്നെ. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങൾക്കും നമ്മൾ തന്നെ കാരണമാകുന്നു. മനുഷ്യർ തന്നെ പലതിനും കാരണമാകുന്നു. ഈ സമൂഹത്തിൽ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നത്, പലതും എഴുതുകയൊക്കെ ചെയ്തത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, നമ്മുടെ വയനാട്ടിലെ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് പണ്ടെപ്പോഴോ ഞാൻ എഴുതിയ 1-2 വരികൾ വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ആ വരികൾക്ക് മാറ്റമൊന്നുമില്ല. ആ വരികളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ ശക്തമാണ് എന്ന് തോന്നിയപ്പോൾ എനിക്ക് ഉള്ളിലുള്ള വിങ്ങലാണ്. അതെങ്ങനെയും ഒന്ന് പുറത്ത് പറയണം എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു യൂട്യൂബിലൂടെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് എബൌട്ട് ദാറ്റ് പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഇപ്പോൾ ഏറ്റവും നോക്കുന്നത് നമ്മുടെ സറൗണ്ടിങ്സ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, വേടൻ എന്ന ഒരു വലിയ വ്യക്തിയുടെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് അത് തോന്നിയത്. എന്താണെന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ വരികളിലെ ശക്തമായ വാക്കുകളാണ് ഇപ്പം ഇങ്ങനെയൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്നാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് മനസ്സിലായിടത്തോളം ഒരു സ്റ്റേജിനെ, ഒരു പെർഫോമൻസിനെ ത്രസിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ അത് കേട്ടൊന്ന് നൃത്തം ചെയ്യിപ്പിക്കാനോ വേണ്ടിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വരികൾ. അല്ലെങ്കിൽ വെറുതെ ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടി മാത്രമായിട്ടുള്ളതല്ല അദ്ദേഹത്തിൻ്റെ വരികൾ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന പോലെ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഉൾക്കൊള്ളുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. അവരെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. അവരുടെ എല്ലാവരുടെയും കൂടെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് അദ്ദേഹം പറയുന്ന പോലെ തന്നെ അവരുടെ എല്ലാവരുടെയും കൂടെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. അതായത് ഈ പിറന്ന മണ്ണിൽ ആദിമ ജനതയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അടിച്ചമർത്തലുകൾ, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തലുകൾ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തലുകൾ, അതിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഉറക്കെയുള്ള ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ഓരോ വരികളിൽ നിന്നും അർത്ഥമാക്കുന്നത്. അത് കുറച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും അത് തുടരണം എന്ന് തന്നെയാണ് എൻ്റെയും മറ്റുള്ള പല നന്മ നിറഞ്ഞ വ്യക്തികളുടെ ആഗ്രഹങ്ങൾ പോലെ എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്. അതിന് നമുക്ക് പലരെയും കാണണമെന്നോ ഒക്കെ നമുക്ക് തോന്നില്ലേ? ചില സെലിബ്രിറ്റികളെ കാണുമെന്ന് ചിലർക്ക് തോന്നും പോലെ എനിക്കിതുവരെ അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. പക്ഷെ നിന്നെ കാണാൻ പലപ്പോഴും നിന്റെ ഓരോ വരികൾ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട്.
എങ്ങനെയാ ഏത് രീതി പ്രസന്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയാണ്. പറയുന്നത് വേടനോടാണ്. താങ്കളിത് കേൾക്കണം. എൻ്റെ അനിയ, എൻ്റെ കൂടപ്പിറപ്പ്, ഇനി നീ പറയുമ്പോൾ നിന്റെ വാക്കുകൾ, നിന്റെ ഈ മൂർച്ചയുള്ള വാക്ക് പറയുമ്പോൾ ഒരിക്കലും നീ അതിന് ഒരു തരത്തിലുള്ള ലഹരിയുടെയും പിന്തുണ നീ തേടരുത്. നീ ഉപയോഗിച്ചിട്ടുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ സ്നേഹത്തോടൊപ്പം എൻ്റെ സ്നേഹവും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. നീ നിന്റെ ഒരു വരികളിലും ഒന്നിനും നിന്റെ ലഹരിയുടെ പിന്തുണയില്ലാതെ നീ ഉറക്കെ തന്നെ നീ നിന്റെ കാര്യങ്ങൾ നീ പറയണം. നീ വെറുതെ ഒരു എന്താ പറയുന്നേ, ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ ഇതൊന്നും. എനിക്കും മനസ്സിലാകുന്നത് നീ ഒരു വലിയ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയുടെ ചെറിയ പാതകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വഴി വലിയ വഴിയാകട്ടെ. അതിലോട്ട് ഒരുപാട് ആളുകൾക്ക് സുഖമായി കയറി വരാൻ കഴിയട്ടെ. അതിന് നിന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകട്ടെ. കൂടുതലും ശക്തമായിട്ട് നീ തിരിച്ചു വാ. ആ വരവിൽ നീ ഒരിക്കലും ഒരു ലഹരിയുടെയും പിന്തുണ തേടാതെ ശക്തമായിട്ട് നീ നിൽക്കണം. എൻ്റെ കൂടപ്പിറപ്പിനോട് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. ശക്തമായിട്ട് തീയായിട്ട്, കാട്ടുതീയായിട്ട് നീ കയറി വാ.